കാൻഡൻ ഫെയറിന് വേണ്ടി ചൈനയിൽ പോയപ്പോൾ BYDയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഈ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരിക്കാൻ ചാൻസ് ഉള്ള അവരുടെ ജമ്പ് ചെയ്യുന്ന കാറ്, അതുപോലെ ഡാൻസ് ചെയ്യുന്ന കാറ്, വെള്ളത്തിലൂടെ പോകുന്ന കാറ്, ഇതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ EV അഡോപ്ഷൻ ഉള്ള ഒരു നാട് ചൈനയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ചൈനയിൽ സ്ട്രീറ്റുകളൊക്കെ നിയർലി ഒരു 40% ഓർ മോർ EV കാറുകളാണ്. നിലവിൽ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു യുദ്ധവും മറ്റുമൊക്കെ കാരണം ഇന്ത്യയിലും EV സെയിൽസ് ഒരുപാട് ജമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് ദെൻ ഇപ്പോഴും EV എടുക്കണോ വേണ്ടിയോ എന്ന് കൺഫ്യൂഷനായി നിൽക്കുന്ന ആൾക്കാർക്ക് ഏകദേശം 50,000 കിലോമീറ്റർ ഓടിയ ഒരു BYD Seal ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂവും കൂടെ പറയാം. ടയർ ബേൺ പോലെയുള്ള ടയറിൻ്റെ തേയ്മാനം കൂടുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ റേഞ്ച് ആങ്സൈറ്റി, ഇങ്ങനെ ജനറൽ EV റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് തുടങ്ങാം. ഞാൻ BYDയുടെ ഫാക്ടറി കാണാൻ പോയിട്ടുള്ള ആ ഒരു യാത്ര. ഷെൻജനിലാണ് BYDയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഷെൻജനിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് ഏകദേശം 1 hour ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡെൻസ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പ്രീമിയം ബ്രാൻഡ് ഉണ്ട്. അവരുടെ ടോപ്പ് പ്രീമിയം യാങ്വാങ് എന്ന് പറയുന്ന സീരീസാണ്. ഈ യാങ്വാങ്ങിലാണ് യാങ്വാങ് U8, U9 എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ വണ്ടികളൊക്കെ ഉള്ളത്. ബട്ട് ദെൻ അവരുടെ ഡെൻസ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടൊയോട്ടയുടെ ലെക്സസ് എന്ന് പറയുന്ന ബ്രാൻഡില്ലേ, അതുപോലത്തെ ഒരു കാറ്റഗറിയിൽ ഡെൻസ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അതിൽ വെൽഫെയർ പോലത്തെ ഒരു കാറിലാണ് അവരെന്നെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കൊന്ന് അവിടെ ചെല്ലുന്ന ഗസ്റ്റുകളൊക്കെ പൊതുവിൽ അവർ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള നല്ല ഒരു ഡിജിറ്റൽ ബാനറൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അവരുടെ ഫാക്ടറിക്കകത്ത് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ അവർ കാണിച്ചു തരികയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഏകദേശം 32 പാറ്റൻറ്റുകൾ വെച്ച് ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 1,20,000-ഓളം എഞ്ചിനീയർമാരുള്ള R&D റിസർച്ച് മാത്രം ചെയ്യുന്ന എഞ്ചിനീയർമാരുള്ള ഒരു കമ്പനിയാണ്. കുറച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ അറിയാൻ നല്ല കൗതുകമുണ്ടായി. അതിന് അവരുടെ BYD മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് അവരെ കമ്പനി തുടങ്ങിയ കാലത്തുള്ള ബിൽഡിങ്ങിന് അവർ ഇന്നൊരു മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിശദമാക്കി തരുന്നുണ്ട്. അവർ ആദ്യം കാർ കമ്പനിയിൽ തുടങ്ങി. 2008 വാറൻ ബഫറ്റ് അവരുടെ കമ്പനിയിൽ കണ്ണുവെച്ചത്. ചാർലി മങ്കറാണ് അതിന് റീസൺ ആയത്. അവർ ഈ കമ്പനിയിൽ 2008 വന്നതിന് ശേഷം കമ്പനിക്ക് നല്ല കാലമായിരുന്നു. പിന്നീട് കമ്പനി ഒരുപാട് അങ്ങോട്ട് കയറിപ്പോയി. ആ കാലത്തെങ്ങാണ്ടാണ് തോന്നുന്നുണ്ട് ടെസ്ലയുടെ ഇലോൺ മസ്ക് അദ്ദേഹത്തെ അന്ന് BYDയെ കുറിച്ച് ഒരുപാട് തമാശ രൂപത്തിലൊക്കെ BYD ഒന്നും ഒരിക്കലും ടെസ്ലയ്ക്ക് ഒരു കോമ്പറ്റീറ്റർ ആവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് ദെൻ കാലം ഒരുപാട് മുൻപോട്ട് പോയി. കഴിഞ്ഞ വർഷം 4.6 മില്യൺ കാറുകളാണ് BYD ടോട്ടലായിട്ട് വിറ്റതെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ ഒരുപാട് കാറ്റഗറി കാറുകളുണ്ട് അവർക്ക്. കാറുകൾ മാത്രമല്ല, ബസ്സുകളുണ്ട്, കപ്പൽ വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് വേൾഡ് വൈഡ് ആയിട്ട് BYDയുടെ വണ്ടികളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന BYDയുടെ തന്നെ കപ്പലാണ്. ബാറ്ററി റിലേറ്റഡ് ആയിട്ട് ആയിരക്കണക്കിന് പാറ്റൻറ്റുകളുണ്ട്. 78,000-ഓളം പാറ്റൻറ്റ് അപ്ലിക്കേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ദെൻ അതിൽ കുറച്ചും കൂടെ നമുക്ക് BYDയുടെ സൈസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ട് ടയർ ഉണ്ടാക്കുന്നില്ല, ഗ്ലാസ് ഉണ്ടാക്കുന്നില്ല, ബട്ട് ദെൻ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ഏതറ്റം വരേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 കോവിഡൊക്കെ ഉണ്ടായി, മൊത്തത്തിൽ മാസ്ക് ഒക്കെ കിട്ടാതിരുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മാസ്ക് അവർ ഉണ്ടാക്കാൻ വേണ്ടി മെഷീനുകൾ അന്വേഷിച്ച് കിട്ടാതായിട്ട് പിന്നീട് വിത്തിൻ എ മന്ത് 30 ദിവസത്തിനകം ലോകത്തിലെ ഏറ്റവും വലിയ മാസ്ക് മാനുഫാക്ചറായിട്ട് BYD മാറിയ ഒരു കഥയൊക്കെ അവർക്കുണ്ട്. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഐഫോണുകളുടെ കേസിങ്, അതുപോലെ ഐപാഡുകളുടെ 30% വേൾഡ് വൈഡ് ഉള്ള ഐപാഡുകളുടെ അസംബ്ലി ഒക്കെ ചെയ്യുന്ന, നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയൊരു കമ്പനി. അതൊരു ബാറ്ററി കമ്പനി ആയിട്ട് തുടങ്ങി ഇന്ന് കാർ കമ്പനി എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ അറിയുന്നു. രസകരമായിട്ടുള്ള വേറെ ഒരുപാട് ഫാക്ടറികളുണ്ട് കേട്ടോ. അപ്പോൾ ലണ്ടൻ നഗരത്തിലൂടെ ഓടുന്ന ലണ്ടൻ്റെ ഒരു ഐക്കണിക് ആയിട്ടുള്ള ഡബിൾ ഡെക്കർ റെഡ് ബസ്സുകളുണ്ടല്ലോ, ചെയ്യുന്ന കമ്പനിയാണ്. സ്വന്തമായിട്ട് മോണോറെയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലേക്കുള്ള മെട്രോകളേക്കാൾ 7 കോസ്റ്റിലേക്ക് അവരുടെ മോണോറെയിൽ റൺ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ബസ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാനുഫാക്ചറിങ് ബെഹിമോത്ത് എന്നൊക്കെ പറയൂലേ, അത്തരത്തിലുള്ളൊരു സംഭവമാണ് BYD, ബിൽഡ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട്. ചൈനക്കാർ അതിനെ വിളിക്കുന്നത് ബിയാദി എന്നാണ്, അവർക്കിടയിൽ സംസാരിക്കുമ്പോൾ വിളിക്കുന്ന പേരെല്ലാം. അപ്പോൾ ഈ ടൂറിനകത്ത് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് വരാം. അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ തവണ കാൻഡൻ ഫെയർ കാണാൻ പോയപ്പോഴാണ് BYD HQ കണ്ടെന്ന് പറഞ്ഞല്ലോ. അടുത്ത തവണ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ IoT സമ്മിറ്റ് വരുന്നുണ്ട്. AI ആൻഡ് IoT സമ്മിറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ AI റിലേറ്റഡ് ഹാർഡ്വെയർ പ്രോഡക്റ്റുകളുടെ സമ്മിറ്റ് 25 മുതൽ 30 വരെ
വരെ ഈ വർഷം നടക്കുന്ന ഷെൻജനിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്മ്യൂണിറ്റി, നമ്മൾ കാൻഡൻ ഫെയറിന് പോകുന്ന പോലെ വലിയ ഗ്രൂപ്പായിട്ട് പോകുന്നില്ല, പകരം ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള 25 ആളുകൾ ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ AI റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ, ഹാർഡ്വെയർ പ്രൊഡക്റ്റുകൾ അത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ട്രേഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ ഈ മേഖലയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ആൾക്കാർക്കും പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. വിശദ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ച കമൻറ്റിലും കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. റീച്ച് ഔട്ട് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ആ ട്രിപ്പിന് പോയിട്ട് തിരിച്ചു വരാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോഴും പെട്രോൾ ഹെഡ്സ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഗ്യാസോലിൻ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, അവരിപ്പോഴും എതിർക്കുന്ന കുറേ ഫാക്റ്റുകളുണ്ട്. ബട്ട് ദെൻ ഇന്ന് ഇത് കേട്ടിട്ട് നിങ്ങൾ ഒഫൻഡഡ് ആവേണ്ട. ലൈക്ക് 2 കാറ്റഗറി ഓഫ് യൂസേഴ്സും ലോകത്തുണ്ടായേക്കാം. നമ്മൾ പറയാൻ തുടങ്ങുന്നത് BYDയുടെ ലക്ഷറി കാറുകളായിട്ടുള്ള യാങ്വാങ് സീരീസുകൾ ഡ്രൈവ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയാം. ഇതിൽ ഈ വെള്ളത്തിലോടുന്ന വണ്ടി ഏകദേശം 1 മീറ്റർ വരെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടാണ് ആ വണ്ടി ഓടിക്കുക. അതിനുശേഷം പിന്നീട് ഒരു മാൻഡേറ്ററി ആയിട്ട് സർവീസ് സെൻറ്റർ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അതായത് വെള്ളത്തിൽ ഇങ്ങനെ എപ്പോഴും നീന്തി നടക്കാനുള്ള വണ്ടിയൊന്നുമല്ല, അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലോ എന്തെങ്കിലും ഫ്ലഡ് സിറ്റുവേഷനൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക, അല്ലാതെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലുള്ള വണ്ടിയൊന്നുമല്ല. ആ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും ഒരു അത്യാവശ്യം നല്ല വണ്ടി. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ G-Wagon-ഒക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, G-Wagon-ന് നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലേക്ക് കോർണറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സീറ്റ് നമ്മൾ പുഷ് ചെയ്തിട്ട് നേരെ തന്നെ ആക്കുമല്ലോ. അതുപോലത്തെ ഫീച്ചറുകൾ ഈ യാങ്വാങ്ങിൻ്റെ 2 വണ്ടിയിലും കാണുന്നുണ്ട്. യാങ്വാങ് സീരീസാണ് U8 ആൻഡ് U9. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ബുഗാറ്റിയുടെ സ്പീഡിനെ വരെ വെട്ടിച്ചിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം 471 കിലോമീറ്റർ ടോപ്പ് സ്പീഡുള്ള, ഇന്ന് ലോകത്ത് പ്രൊഡക്ഷൻ കാറുകളിൽ ഏറ്റവും ടോപ്പ് സ്പീഡ് BYDയുടെ കാറുകൾക്കാണ്. മുൻപ് നമ്മൾ ഫോർമുല 1-ൽ BYD വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയെ സംബന്ധിച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാറ് ഡ്രൈവ് ചെയ്തു എന്നുള്ളതാണ്. നിയർലി 2.5 സെക്കൻഡ് സമയത്തിൽ 100 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്യുന്ന ഒരു വണ്ടി. നല്ല അടിപൊളിയാണ്. അതെന്ന് വെച്ചാൽ ഇൻ ജനറൽ നിങ്ങൾ EV ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ EVയുടെ ഒരു ഷിയർ പ്ലഷർ എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഓവർടേക്ക് ചെയ്ത് പോകും. അത് ഈവൻ ടാറ്റയുടെ ചെറിയ ബേസ് മോഡൽ EV കാറുകൾ ഉപയോഗിക്കുന്നവർക്ക് പോലും ആ ഒരു പ്ലഷർ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇത്രയധികം കപ്പാസിറ്റികൾ, ഐ തിങ്ക് 1000 bhpയുടെ മുകളിൽ പവറുള്ള വണ്ടികളാണ് ഈ യാങ്വാങ് ഒക്കെ കേട്ടോ. ആ വണ്ടി നമുക്ക് 2.5 സെക്കൻഡിലാണ് 100 കിലോമീറ്റർ സ്പീഡൊക്കെ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു നല്ല ഫണ്ണാണ് ആ ഒരു ഡ്രൈവിംഗ് പെർസ്പെക്റ്റീവിൽ. അതർ ദാൻ ദാറ്റ് ആ കാറ് ചാടും, ആ കാറ് ഡാൻസ് ചെയ്യും, ആ കാറ് നിന്ന നിൽപ്പിൽ 360 ഡിഗ്രി തിരിയും. അപ്പോൾ ഈ എക്സ്പീരിയൻസുകളൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയി തോന്നി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു ചോദ്യമാണല്ലോ, അല്ലെങ്കിലേ ഈ ഇലക്ട്രിക് കാറുകളുടെ ടയർ തേയ്മാനത്തെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിട്ടുള്ള EV ഉപയോഗിക്കാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. അതായത് അവർ ആകെ കാണുന്നത് EVക്ക് ടയർ തേയ്മാനം കൂടുതലല്ലേ എന്നുള്ളൊരു വിഷയമാണ്. അതിനൊരു ഹാക്ക് ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. ഞാൻ കൺഫ്യൂസ്ഡ് ആയത് എന്താ വെച്ചാൽ, ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന കാറിൻ്റെ സസ്പെൻഷൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ചങ്ങാതി അതിൻ്റെ കൂടെ അതിൻ്റെ ടെക്നീഷ്യനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഡെഫിനറ്റ്ലി ഇത് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. അതൊരു റിയാലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ ടയർ തേയ്മാനം കൂടും എന്ന് പറഞ്ഞിട്ടുള്ളതിന് സമാനമായിട്ട് തന്നെ സസ്പെൻഷൻ ഇങ്ങനെ എപ്പോഴും വണ്ടി ഡാൻസ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ കുഴി കണ്ടാൽ ജമ്പ് ചെയ്യുന്ന സിനാരിയോ, 4 ടയറും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെ നിലത്തുനിന്ന് പൊങ്ങിച്ചാടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സസ്പെൻഷൻ പെട്ടെന്ന് പോകും. ആ വണ്ടിക്ക് 2.5 കോടിയുടെ മുകളിൽ വിലയുണ്ട്. അപ്പോൾ അത്രയും ചീപ്പായിട്ടുള്ള വണ്ടിയൊന്നുമല്ല, നല്ല വിലയുണ്ട്. BYDയുടെ ഏറ്റവും പ്രീമിയം സീരീസാണ് ഈ യാങ്വാങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം വാഹനങ്ങൾ ചീപ്പല്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രം ബൈ ചെയ്യുന്ന വണ്ടികളാണ്. അല്ലാതെ വളരെ കോമൺ ആയിട്ട് മാർക്കറ്റിൽ കാണാൻ പോകുന്ന, ഭാവിയിലും കാണാൻ പോകുന്ന വണ്ടികളൊന്നുമല്ല. കാരണം അതിനൊരു റീസൺ മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ BYD ചൈനയിലോ അല്ലെങ്കിൽ വേൾഡ് വൈഡോ അതിൻ്റെ റെപ്യൂട്ടേഷൻ ഒരു പ്രീമിയം ബ്രാൻഡ് എന്നുള്ള രീതിയിലൊന്നുമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് BYD ശരിക്കും ഒരു പ്രീമിയം പ്ലേസിങ്ങിലാണ് നിലവിലുള്ളത്. വേൾഡ് വൈഡ് അത് അങ്ങനെയല്ല. അതിന് റീസണും മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കം 100% ടാക്സ് അടക്കം വരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ BYDയുടെ ബേസ് മോഡലിന് പോലും 25 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ടാവും. ബട്ട് ദെൻ ഇന്ന് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന BYD സീലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 50 ലക്ഷത്തിന് മുകളിൽ വിലയുണ്ട്. പക്ഷേ അത് ചൈനയിൽ 25 ലക്ഷം അല്ലെങ്കിൽ അതിന് നിയർ ബൈ ഒക്കെ ആയിട്ടുള്ള ആ ഒരു പ്രൈസ് റേഞ്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിൽ കാണുന്ന മഹീന്ദ്ര, ടാറ്റ ഇവരൊക്കെയാണല്ലോ ഇപ്പോൾ ഇന്ത്യയുടേതായിട്ടുള്ള ഓൺ EV മാനുഫാക്ചറേഴ്സ് ആയിട്ട് വരുന്നത്. ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനയിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ചൈനീസ് കാറുകൾ ഇവിടെ വരുമ്പോഴുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ ചൈനയിൽ വളരെ ഹൈ ആണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ BYD പോലെയുള്ള കമ്പനികൾ വേൾഡ് വൈഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഡാറ്റ കണ്ടത് എന്താണെന്ന് വെച്ചാൽ 250-ലധികം കാറ് കമ്പനികൾ ചൈനയിലുണ്ട്.
അപ്പോൾ അവിടെ തന്നെ ഇൻറ്റേർണലി ഇപ്പോൾ കഴിഞ്ഞ വർഷം ചൈനീസ് ഗവൺമെൻറ് നേരിട്ടിട്ട് അവർക്ക് ഒരു ഡിറക്റ്റീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈസ് വാർ നിർത്തണം, അതായത് പ്രൈസ് കട്ട് ചെയ്ത് BYDയുടെ മാർജിൻസ് കുറയുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മുൻപ് വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനാരിയോ അവർക്ക് ഹോം മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ, അത് യൂറോപ്പിലായാലും മിഡിൽ ഈസ്റ്റിലായാലും ഈവൻ ഇന്ത്യയിൽ പോലും BYD നല്ല ഇൻറോഡ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ സിനാരിയോയിൽ ഇപ്പോൾ ജനറലി EV കാറുകളിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന 1-2 ആങ്സൈറ്റികൾ ഞാൻ അഡ്രസ്സ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും റേഞ്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് കുറേ ദൂരമൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ലോങ് ഡ്രൈവ് പോകേണ്ടി വന്നാലോ, എൻ്റെ ഒരു ഫ്രണ്ട് തമാശ രൂപത്തിൽ ചോദിച്ചത്, എനിക്ക് പെട്ടെന്ന് ഹിമാലയം പോകേണ്ടി വന്നാലോ എന്ന് വെച്ചാൽ ഡെയിലി ബേസിസിൽ നമ്മൾ ഹിമാലയത്തിൽ പോകാൻ നിൽക്കുന്നില്ലല്ലോ. നോർമൽ ആവശ്യങ്ങൾ, സിറ്റി റൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പലപ്പോഴും ഇന്ത്യക്കാരുടെ മെൻറ്റാലിറ്റി ഡ്രൈവ് ചെയ്യുന്നത് ടാറ്റ പോലത്തെ വണ്ടികൾ ലോ റേഞ്ച് കിട്ടുന്ന, അല്ലെങ്കിൽ 200 250 ചിലപ്പോൾ അത്ര തന്നെ കിട്ടാത്ത വണ്ടികളിൽ നിന്നായിരിക്കാം ഈ ഒരു പെർസെപ്ഷൻ വന്നിട്ടുണ്ടാവുക. പക്ഷേ അധിക BYD വണ്ടികളും ഞാൻ മനസ്സിലാക്കുന്നത് 400 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഓഫർ ചെയ്യുന്ന വണ്ടികളാണ്. ഇപ്പോൾ എൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 650 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. ഒരു നോർമൽ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുകയാണ്, ഒരു 100 കിലോമീറ്ററിൻ്റെ അകത്തൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 550+ ഈസി ആയിട്ട് റേഞ്ച് കിട്ടുന്നുണ്ട്. ഒരു 50,000 കിലോമീറ്ററോളം വണ്ടി ഡ്രൈവ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് പറയുകയാണ് കേട്ടോ. വണ്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തരത്തിലുള്ള മെക്കാനിക്കൽ ഫാൾട്ടുകളോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫാൾട്ടുകളോ ഇതുവരേക്കും ഉണ്ടായിട്ടില്ല. അതായത് അതിന് അങ്ങനത്തെ ഒന്നും സിനാരിയോ കാരണം വണ്ടി എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. 1-2 തവണ വണ്ടിയുടെ ബോഡി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഏത് വണ്ടിക്കും വരാം, അതല്ലാതെ അത് മാനുഫാക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമല്ല. നമ്മളെ ഡ്രൈവിംഗ് ഹാബിറ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ വരുന്നവരുടെ ഡ്രൈവിംഗ് ഹാബിറ്റുകളോ ഒക്കെ കാരണം ഒരു പക്ഷേ ഈ സിനാരിയോകളുണ്ട്. അതർ ദാൻ ദാറ്റ് അങ്ങനത്തെ സർവീസ് സെൻറ്റർ വിസിറ്റുകൾ ആവശ്യമായിട്ട് വരുന്നില്ല. 20,000-ലും 40,000-ലും 2 സർവീസ് കഴിഞ്ഞപ്പോഴും അതിനൊന്നും രണ്ടിനും കൂടെ ഐ തിങ്ക് 10,000 രൂപയിൽ താഴെ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നിലയ്ക്കും ചിലവ് വരുന്നില്ല. അതിൻ്റെ പ്രധാന ചിലവുകളൊക്കെ AC ഫിൽറ്റർ മാറ്റിയത് അങ്ങനത്തെ ഒക്കെ ചിലവുകളാണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത് ഇതിൻ്റെ ഫീച്ചർ വെച്ച് മറ്റൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70-80 ലക്ഷത്തിൻ്റെ വണ്ടിയിൽ ഉണ്ടാവേണ്ടുന്ന ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. ചിലരൊക്കെ പറയുന്ന 1 കോടിയുടെ മുകളിലുള്ള ഫീച്ചർ ഉണ്ട് എന്നുള്ളതാണ്. ഡിബേറ്റബിൾ ആണ്, എനിക്കതിനെക്കുറിച്ച് അത്ര ധാരണയില്ല. എന്തായാലും ഈ ഫീച്ചറുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു വണ്ടിക്ക് നമ്മൾ നോർമലി മെയിൻ്റനൻസിന് വേണ്ടി ചിലവഴിക്കുന്ന പണവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസുകൾ വളരെ കുറവാണ്. ഭൂരിഭാഗം സമയവും ഞാൻ വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യാറുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 6 രൂപ 6 രൂപയൊക്കെയാണ് നമുക്ക് ഒരു യൂണിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഫുൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82 കിലോ വാട്ട് ആണെങ്കിൽ ഒരു 80-85 യൂണിറ്റ് ഇതിന് വേണ്ടി ചിലവഴിച്ച് നോക്കിയാൽ കുറച്ചൊക്കെ ഹീറ്റും മറ്റുമൊക്കെ ആയിട്ടൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു ഫുൾ ചാർജിന് നമുക്ക് ആകെ ചിലവ് വരുന്നത് 500 രൂപയ്ക്കാണ്. 500 രൂപ 550 രൂപയ്ക്ക് മാക്സിമം വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് 550 കിലോമീറ്റർ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 കിലോമീറ്ററിന് 1 രൂപയ്ക്കാണ് നമുക്ക് ഫ്യുവൽ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് എൻ്റെ BYDക്ക് വരുന്നത്. ഇതിന് സമാനമായിട്ട് തന്നെ ആയിരിക്കണം മഹീന്ദ്രയുടെ വണ്ടികൾക്കും മറ്റൊക്കെ വരുന്നുണ്ടാവുക. സെയിം BYDയുടെ ബ്ലേഡ് ബാറ്ററി തന്നെയാണല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ ശരിക്ക് ഫ്യുവൽ റിലേറ്റഡ് എക്സ്പെൻസുകളിൽ നല്ല സേവിങ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ EV അല്ലാത്ത വണ്ടി ഉപയോഗിക്കുന്ന ആളാണെന്ന് വെക്കാം, യുദ്ധത്തിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഏകദേശം 10 രൂപയോളം ഫ്യൂവലിന് കൂടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. കാരണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് EV ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് അറിയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഫ്യൂവൽ സേവിങ്സ് വെരി ക്ലിയർ ആണ്. അപ്പോൾ അവിടെ കിട്ടുന്ന പൈസ നിങ്ങൾ ടയറിന് കൊടുക്കില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെയാണ് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളൂ. ഞാൻ 1-2 ഹാക്ക് ചെയ്തപ്പോൾ നമുക്ക് ടയറിൻ്റെ സേവിങ്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ശാസ്ത്രീയത എത്രമാത്രം അറിയില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് സെയിം BYD ഓണറായിട്ടുള്ള അഭി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അഭി പറഞ്ഞു തന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ടല്ലോ, അത് അതിൻ്റെ ഫുള്ളിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് എങ്ങാനും ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ആ സമയം മുഴുവൻ റീജൻ നന്നായിട്ട് വർക്ക് ചെയ്യും. വണ്ടി ഇങ്ങനെ പെട്ടെന്ന് സ്ലോ ഡൗൺ ആവും. അപ്പോൾ ഇത് സ്ലോ ഡൗൺ ആവുക പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് പിടിച്ചതിന് സമാനമായിട്ടുള്ളൊരു എഫക്റ്റ് ആണല്ലോ. അപ്പോൾ റോഡിലുള്ള ഫ്രിക്ഷൻ കൂടും, അത് തേയ്മാനം കൂട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ റീജന് കുറച്ച് വെച്ച് നോക്ക്, റീജനിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 2 വേരിയേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ താഴ്ന്ന വേരിയേഷനിലേക്ക് വെച്ച് നോക്കുക. അപ്പോൾ ടയർ ബേൺ കുറയുന്നുണ്ട് അല്ലെങ്കിൽ ടയർ തേയ്മാനം കുറയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിത് ട്രൈ ഔട്ട് ചെയ്തു ആൻഡ് എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ടയർ തേയ്മാനം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ റീജന് മാക്സിമം വെച്ചതുകൊണ്ട് അങ്ങനെ ഒരുപാട് റേഞ്ചൊന്നും കൂടുന്നില്ല, ഒന്നാമത്തേത്. 2, നമുക്ക് ആൾറെഡി 1 കിലോമീറ്ററിന് 1 രൂപയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ച് കുറഞ്ഞാലോ ഒരു 1.25 വന്നോട്ടെ അല്ലെങ്കിൽ 1.5 വന്നോട്ടെ, സ്റ്റിൽ ടയർ സേവിങ്സ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡീസൻറ്റ് സേവിങ്സ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ തേയ്മാനം ഈ ഒരു നിലയ്ക്ക് കുറക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് ദെൻ മറ്റേത് ആങ്സൈറ്റി ക്ലിയർ ആണ് കേട്ടോ. അതായത് എഗെയിൻ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ചെറിയ വണ്ടികളൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ EVകൾ ചെറിയ കാറ്റഗറി, അത് ചെറിയ ബാറ്ററി പാക്കുള്ള വണ്ടികളൊക്കെ ഉണ്ടാവും.
ആ വണ്ടികൾക്കൊന്നും അത്ര ടയർ തേയ്മാനം ഉണ്ടാവില്ല. ഇതിപ്പോൾ 80 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ഏകദേശം 650 കിലോഗ്രാം പ്ലസ് ബാറ്ററി പാക്ക് മാത്രമാണ്. വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് 2 ടണ്ണിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ വണ്ടിക്ക് ശരിക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു കമ്പാരിസൺ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 450 കിലോ ഒരു ആവറേജ് വെയിറ്റിൽ നിന്ന് ഒരു 450 കിലോ കയറുന്നുണ്ടെങ്കിൽ ടയർ തേയ്മാനത്തിൽ ഒരു 20% ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ഇന്നോവ ഒക്കെയാണ് നോക്കുന്നതെന്ന് വെക്കാം, ഇന്നോവ അല്ലെങ്കിൽ ലൈക്ക് ആ കാറ്റഗറിയിലുള്ള ഏത് വണ്ടി എടുത്തോളൂ. അപ്പോൾ അത്തരം വണ്ടി ശരിക്കും ഇന്നോവ ഒന്നും പെർഫോമൻസ് വണ്ടികളല്ല കേട്ടോ. അപ്പോൾ EVകളെ നമ്മൾ പെർഫോമൻസ് വണ്ടികളോട് കമ്പയർ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഈ BMW എം സീരീസോ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളൊക്കെ കമ്പയർ ചെയ്യണം. എന്താ വെച്ചാൽ അത് ഇൻസ്റ്റൻറ്റ് ടോർക്കല്ല. അപ്പോൾ ചവിട്ടിയങ്ങ് അത് നിങ്ങൾ ആ വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ EV ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ത്രില്ല് എൻജോയ് ചെയ്യും. അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തേയ്മാനം കൂടുകയും ചെയ്യും. കാരണം നിന്ന നിൽപ്പിൽ അത്രയും വണ്ടി ടോർക്കിൽ നമ്മൾ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ടയർ തേയ്മാനം ഒരു ഭാഗത്തുണ്ടാവും. ഇത്രയും വെയിറ്റുള്ള വണ്ടിയുടെ ബ്രേക്കിംഗ് മുതൽ എല്ലാ കാര്യങ്ങൾക്കും തേയ്മാനം കൂടും. ഈ വെയിറ്റിൽ കറങ്ങുന്ന സമയത്ത് ആ ഫ്രിക്ഷൻ കാരണമുള്ള തേയ്മാനം കൂടും. അതൊക്കെ നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലാതെ ഒറ്റയടിക്ക് EVകൾക്ക് തേയ്മാനം കൂടുതലാണെന്ന് വെറുതെ അങ്ങ് ജഡ്ജ്മെൻ്റ് ആവരുത്. ജനറലി ഈ വെയിറ്റ് കാറ്റഗറി കൂടുന്ന കാരണം നിയർലി ഒരു 500 കിലോ 600 കിലോ ഒരു ആവറേജ് വണ്ടിയേക്കാൾ ഈ വണ്ടിക്ക് വെയിറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരു 20 to 25% ടയർ തേയ്മാനം കൂടുതലുണ്ട്. ഇനി EVയുടെ ടയറുകൾക്ക് വില കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് റീലുകൾ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടഡ് ടയറുകൾ, ഫ്രഷ് ടയറുകളല്ല, ലൈറ്റ് യൂസ്ഡ് ടയറുകളൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ ടയറുകൾ അവൈലബിൾ ആവുന്നുണ്ട്. ഞാൻ ട്രയൽ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു ഫ്രഷ് ടയർ വാങ്ങിയാൽ ബാക്ക് ടയറുകളാണെങ്കിൽ ഒരു 15,000 കിലോമീറ്ററൊക്കെയാണ് എനിക്ക് മുന്നേ കിട്ടിയിരുന്നത് കേട്ടോ. ഇപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീജൻ അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ടയർ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടയറിന് ആകെ 3,000-4,000 രൂപയൊക്കെ വിലയുള്ളൂ ഒരു ടയറിന്. ഫ്രഷ് വാങ്ങുകയാണെങ്കിൽ 30,000 വരുന്ന സമയത്ത് ഇതിന് ഇത്ര വിലയേ വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നല്ല സേവിങ്സ് കിട്ടുന്നുണ്ട്. അതായത് ഒരു കൈൻഡ് ഓഫ് ഫ്രഷ് ടയറിനേക്കാൾ ഒരു 30% ടയർ ലൈഫ് കുറയുന്നുള്ളൂ. അതായത് ഒരു 15,000 പോകുന്ന ഒരു 12,000 10,000 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റിൽ 10-1 കോസ്റ്റ് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനല്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ റേഞ്ച് ആങ്സൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ റേഞ്ച് കുറഞ്ഞ വണ്ടികൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. റേഞ്ച് കൂടിയ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ ടയർ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ നേരത്തെ പറഞ്ഞ പോലെ റീജൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഹാക്ക് മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെയും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ശീലം അനുസരിച്ചിട്ട് ഇതിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നല്ല പെർഫോമൻസ് വണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, ഐ മീൻ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യല്ല, നല്ല സ്പീഡായിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം റെക്ലെസ് ആയിട്ടും ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും നല്ല ടയർ തേയ്മാനം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നോർമൽ കാറുകളുമായിട്ട് പെർഫോമൻസ് വാഹനങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ടയർ തേയ്മാനത്തെ അസസ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇനി വേറൊരു സന്തോഷ വാർത്ത ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പോയ വണ്ടി ഡെൻസയാണ്, നമ്മുടെ വെൽഫെയറിന് സമാനമായിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞില്ലേ. ആ വണ്ടി അധികം വൈകാതെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ഇന്ത്യയിൽ അതിൻ്റെ പാറ്റൻസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓൺലൈൻ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ അത് വരുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾ വരാൻ പോവുകയാണ്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിറ്റി റൈഡ് പോലത്തെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വയ്ക്കുക. ഓക്കെ, അതിനൊരു 18 കിലോ വാട്ട് 20 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടൊരു 150 കിലോമീറ്റർ ആ റേഞ്ചൊക്കെ പോകാൻ പറ്റുന്ന വാഹനമായിരിക്കും. പ്ലസ് നമുക്ക് അതിന് പുറത്തേക്ക് ലോങ് റേഞ്ച് പോകണം. ലോങ് റേഞ്ച് ആണല്ലോ നേരത്തെ പറഞ്ഞ പോലത്തെ ഹിമാലയം പോവലാണ് നിങ്ങൾ ആവശ്യം എന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് പ്ലഗ് ഇൻ EV ആണ്. കൂടാതെ അതിന് നമുക്ക് സാധാ ഹൈബ്രിഡ് വാഹനങ്ങളാണ്. അപ്പോൾ നോർമൽ ഫ്യൂവൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 1200 കിലോമീറ്റർ റേഞ്ചുമായിട്ട് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ 1200 കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ ഒരുവിധം കാറുകൾക്കൊക്കെ 700-800 കിലോമീറ്ററാണ് ഈവൻ ഫ്യൂവൽ ഉപയോഗിക്കുകയാണെങ്കിലുള്ള റേഞ്ച്. ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും, എവിടെയും കിട്ടും. ചാർജിങ് സ്റ്റേഷൻസ് അത്ര കോമൺ ആവണമെന്നില്ല. ചാർജിങ്ങിന് ഒരുപാട് സമയമെടുക്കും. എഗെയിൻ ചാർജിങ്ങിന് എത്ര സമയമെടുക്കും എന്നുള്ള ചോദ്യം BYDയുടെ കാര്യത്തിൽ അത്ര പ്രസക്തമല്ല. കാരണം BYDയുടെ നോർമൽ വാഹനങ്ങൾ പോലും 150 കിലോ വാട്ട് വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി പാക്കുകളുള്ള വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 20 മിനിറ്റിൽ 200-300 കിലോമീറ്റർ പോകാൻ ചാർജ് ചെയ്യാൻ BYD സീലിനൊക്കെ പറ്റും. ഇനി അതിൻ്റെ ബ്ലേഡിൻ്റെ പുതിയ ബാറ്ററി ടെക്നോളജി വരുന്നുണ്ട്. അതുവഴി 1.5 മെഗാവാട്ട് വരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് BYD ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പുറത്ത് തന്നെ 1 മെഗാവാട്ട് ചാർജ് ചെയ്യുന്ന സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 5 മിനിറ്റിനകത്തൊക്കെയാണ് ഫുൾ ചാർജ് ആവുക ഒരു ബാറ്ററി പാക്ക്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജിയും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്നോളജിയോ അല്ലെങ്കിൽ എനർജി ഇൻഫ്രാസ്ട്രക്ചറോ അത്ര കണ്ട് വികസിക്കാത്തതുകൊണ്ട് ആ ടെക്നോളജി ഒന്നും പെട്ടെന്നൊന്നും നമ്മുടെ നാട്ടിലേക്കൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ EV മാർക്കറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട കുറച്ച് വണ്ടികളിൽ മാത്രം കമ്പയർ ചെയ്യരുത്. EVയുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റെലവൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ യുദ്ധമൊക്കെ കഴിയുമ്പോൾ എന്താണെന്നറിയോ,
ഇതൊരു അൺസർട്ടനിറ്റി നമുക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്തില്ലേ ലൈഫിൽ. അപ്പോൾ ഒരു എല്ലാവർക്കും ഇപ്പോൾ ഇ വിയുടെ സെയിൽസിൽ വലിയ ഗെയിൻ ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ ഒരു റീസണൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി വരേക്കും ഇതൊരു ബാക്കപ്പ് പ്ലാൻ ആയിട്ടെങ്കിലും ആൾക്കാർ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ ഇ വിയുടെ അഡോപ്ഷൻ റേറ്റ് കൂടുന്നുണ്ട്. രണ്ട്, ഇ വിയുടെ പ്രൈസിൽ നോർമൽ വണ്ടിയും ഈ സെയിം ഫീച്ചേഴ്സുള്ള ഇ വി കാറുകളും തമ്മിലൊരു 20-30% ഡിഫറൻസിലേക്ക് ഇപ്പോൾ എത്തി. മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഏകദേശം 50% ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നത് ഇന്നൊരു 20-30% എത്തി. അതുതന്നെ BYDയുടെ കാറുകൾ അതേ സെഗ്മെൻറ്റിലുള്ള അതേ ഫീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റ് BMW അല്ലെങ്കിൽ ബെൻസ് പോലത്തെ വണ്ടികളോടൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആക്ച്വലി ഇതിന് പ്രൈസ് കുറവാണ്. BYDയുടെ വണ്ടികൾ ടെസ്ല, അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ടെസ്ല അവൈലബിൾ ആണ്. അപ്പോൾ അതേ ഫീച്ചറുള്ള ടെസ്ലകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അഗെയിൻ BYDയുടെ വില കുറവാണ്. അപ്പോൾ അത് ഓരോ സെഗ്മെൻറ്റ് വൈസ് ഡിഫറൻസുകൾ ഉണ്ടാവും. ബട്ട് അധികം വൈകാതെ അതിലേക്ക് ഒരു നോർമലൈസേഷൻ സംഭവിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ചൈനീസ് കാറുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇന്ത്യയിൽ ഇപ്പോഴും ഹോം ഗ്രോൺ കാർ ബ്രാൻഡുകൾ എനിക്കൊന്ന് 10-ൽ താഴെ കാർ ബ്രാൻഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചൈന പോലത്തെ ഓട്ടോമൊബൈൽ സെക്ടറിൽ വളരെ വലിയ വിഷനുള്ള ഒരു രാജ്യത്ത് ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ വെരി ഹൈ ആയ കാരണം ആ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് കമ്പനികൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ നമ്മുടെ നാട്ടിലേക്കൊക്കെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻ ജനറൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ വിയിലേക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഇന്ത്യയുടെ കാര്യത്തിൽ പറയാം, ഇന്ത്യ ഗവൺമെൻറ് വെരി ക്ലിയർ ആയിട്ടുള്ള പോളിസികൾ ഇ വി അഡോപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെ അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറാണ് ഈ ലോ ഹാങ്ങിങ് ഫ്രൂട്ട് എന്ന് പറയുക. ലോ ഹാങ്ങിങ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പറിക്കാൻ പറ്റുന്ന ഫ്രൂട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് വെച്ചാൽ അപ്പോൾ ആ മേഖലയിലുള്ള മലിനീകരണം നമുക്ക് നിയന്ത്രിച്ചാലും അത് രാജ്യത്തിൻ്റെ വളർച്ചയെ അധികം ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് വ്യവസായങ്ങൾ ഓഫാക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ഒരു ചോയ്സ് ഉണ്ടാവുമല്ലോ, ഒക്കെ ഏത് പൊല്യൂഷനാണ് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ നല്ലതെന്ന് പറയുന്ന സമയത്ത് അത് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ ആയിരിക്കും ഒന്നും കൂടെ ഈസി എന്നുള്ള അർത്ഥത്തിൽ. അല്ലാതെ എനിക്കതിൻ്റെ മറ്റേ ടെക്നിക്കൽ കംപ്ലീറ്റ് ധാരണയില്ല കേട്ടോ. അതായത് ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ബാറ്ററി ഉണ്ടാക്കാനുള്ള മലിനീകരണം അത് ഇതിനേക്കാൾ കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് അങ്ങനത്തെ കമ്പാരിസന് വേണ്ടി പോവല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ച വണ്ടികൾ, ആ വണ്ടികൾ ഉണ്ടാക്കുന്ന മലിനീകരണത്തെക്കുറിച്ച് പറയാം. സ്വാഭാവികമായിട്ടും അത് ഇതിനേക്കാൾ കുറവാണ് എന്നുള്ള ഡാറ്റയാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇ വി പോളിസി നന്നായിട്ട് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇ വി അഡോപ്ഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ അത് കണ്ട് വികസിക്കേണ്ടതുണ്ട്. ആ ഭാഗത്തൊക്കെ ഒരുപാട് പുതിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ വരുന്നത് നല്ലൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇ വി ആയിരിക്കും, അല്ലെങ്കിൽ ഇ വി നല്ല രീതിയിൽ ഇ വിയുടെ ഒരു ഷെയർ നമ്മുടെ റോട്ടിൽ ഇനിയുള്ള കാലത്തും കൂടും എന്നുള്ളത് ഒരു പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പെട്രോൾ ഹെഡുകളായിട്ടുള്ള ആൾക്കാർക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടാവും. ബട്ട് ദെൻ ഇതാണ് റിയാലിറ്റി. ഇനി അങ്ങനത്തെ ആൾക്കാരോടും കൂടി ഞാനൊരു റെക്കമെൻഡേഷൻ പറയുകയാണ്. എന്താ വെച്ചാൽ ഡ്രൈവിങ്ങിൻ്റെ ഫണ്ണ് ആ വണ്ടിയുടെ ഒച്ചയാണെന്നോ അല്ലെങ്കിൽ ആ പെട്രോൾ കത്തുന്ന സ്മെല്ലാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ എന്തോ പ്രശ്നമാണ്. ആക്ച്വൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തമാശ പറഞ്ഞ കേട്ടോ. എന്ന് വെച്ചാൽ അത് വണ്ടി നല്ല രസമാണ് ഇ വി ഡ്രൈവ് ചെയ്യാൻ. നിങ്ങൾ ആ സൈലൻസും വൈബ്രേഷനൊന്നും ഇല്ലാത്ത ആ സിനാരിയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിലൊരു കാം ആയിട്ടുള്ള സിറ്റുവേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇ വി ഇന്ന് നല്ലൊരു ഓപ്ഷനാണ്. BYDയുടെ ഫാക്ടറി കണ്ടതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് കൂട്ടത്തിൽ ഞാൻ ഷെയർ ചെയ്തല്ലോ. അപ്പോൾ ഇന്ന് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് മാർക്കറ്റിൽ ഇറക്കുന്ന ഒരു കമ്പനി, അപ്പോൾ ആ കമ്പനിയുടെ ടെക്നോളജി എന്തായാലും കുറച്ചും കൂടെ മെച്യൂർ ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ BYDയിലേക്ക് സ്വിച്ച് ചെയ്തത്. ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തവണ ഐറ്ററേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ റോട്ടിൽ എവിടെയെങ്കിലും BYD കാറുകൾ അപകടം കാരണം നിൽക്കുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ എന്താ പറയുക, വണ്ടി പെട്ടെന്ന് അങ്ങ് നിന്നുപോയി സോഫ്റ്റ്വെയർ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞിട്ട് BYD നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ എല്ലാ കേസുകളും എനിക്കറിയില്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് ആണ് ഇ വി അഡോപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട്. ഇതിനൊക്കെ വിരുദ്ധാഭിപ്രായമുള്ളവരുണ്ടാവും. നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ യൂസ് കേസുകൾ കാരണം ഇ വിയോട് എതിർപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ലോകവ്യാപകമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇ വിയുടെ അഡോപ്ഷൻ റേറ്റിൽ നല്ല ഒരു ഹീറ്റ് മാപ്പിൽ ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ദെൻ ഈ സ്പൈക്ക് കഴിഞ്ഞ ആ ഒരു പീരീഡിൻ്റേത് മാത്രമാണ്. അത് കൂൾ ഓഫ് ചെയ്തേക്കാം. ബട്ട് ഇൻ ജനറൽ ഇ വിയുടെ ഡിമാൻഡ് വേൾഡ് വൈഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു നല്ല സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ താല്പര്യമുള്ളവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ഇ വി ഉപയോഗിച്ച ആൾക്കാർക്കും അതുപോലെ തന്നെ ഇ വി ഉപയോഗിച്ച് നിർത്തിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും, അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും പങ്കുവെക്കുക. ഒരു ഒപ്പീനിയൻ മേക്ക് ചെയ്യുന്ന ആൾക്കാർ സ്വതന്ത്രമായിട്ട് സ്വന്തം നിലയ്ക്ക് അവരുടെ തീരുമാനങ്ങൾ എടുത്തോട്ടെ.